യുഐയിൽ നമ്മൾ വിസിറ്റിംഗ് വിസയിൽ ജോബൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഇൻ്റർവ്യൂ മെയിൽ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ മെയിൽ കിട്ടുമ്പോൾ ഇത് ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പലർക്കും അറിയത്തില്ല. സോ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിലും പറഞ്ഞിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജെന്യൂൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനെന്ന്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടും കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെ ജെന്യൂനിറ്റി മനസ്സിലാക്കാൻ പറ്റും, ഞാൻ എങ്ങനെയൊക്കെയാണ് ജെന്യൂനിറ്റി ചെക്ക് ചെയ്തിരുന്നത്. അതുപോലെ എപ്പോഴും വാട്സാപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എനിക്ക് കുറേ ഇൻ്റർവ്യൂസിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് ഇത് ഫേക്ക് ആണോ ജെന്യൂൻ ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എനിക്കത് കണ്ടിട്ട് ഫേക്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ അപ്പം തന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്, ഒരു ഇൻ്റർവ്യൂ മെയിൽ കണ്ടിട്ട് എങ്ങനെയാണ് ഫേക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അത് ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. എനിക്ക് ഞാൻ ഇൻ്റർവ്യൂസൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടന്നിരുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കിതിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. എനിക്കിത് എഫക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്ത് തരുന്നത്. 2 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ഇമെയിൽസ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും, 2 മറ്റ് പല സോഴ്സ് വഴി നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ്. നമ്മുടെ കോൺടാക്റ്റ് നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയൊക്കെ ഇവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഫേക്ക് ആയിട്ടുള്ള മെയിൽസ് വരുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു വേക്കൻസി അഡ്വർടൈസ്മെൻ്റ് ആണോ കാണുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുന്നതിലൂടെ ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ജെന്യൂനിറ്റി ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് കമ്പനിയുടെ പേരടിച്ചു കൊടുത്ത് നോക്കിയിട്ട് കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ ലിങ്ക്ഡിൻ പേജൊക്കെ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക്ഡിനിൽ കയറിയിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് കണക്ഷൻ റിക്വസ്റ്റ് ഇട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ. അങ്ങനെ നോക്കാം. അതേപോലെ തന്നെ റിവ്യൂസ് ഉണ്ടെങ്കിൽ റിവ്യൂസ് നോക്കാം. ഗൂഗിളിൽ ഇവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് റിവ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻഡീഡ് ആണെങ്കിലും ലിങ്ക്ഡിൻ ആണെങ്കിലും ഡ്യൂബിസിൽ അങ്ങനെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഈ ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ വേക്കൻസികളുടെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ വേക്കൻസി ഏത് കമ്പനിയിലാണെന്ന് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ചില കമ്പനീസിൻ്റെ പേര് കോൺഫിഡൻഷ്യൽ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഡ്യൂബിസിലിനകത്തൊക്കെ നിങ്ങൾ വേക്കൻസികൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, കോൺഫിഡൻഷ്യൽ എന്നായിരിക്കും കമ്പനിയുടെ നെയിമിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള മിക്ക എന്നല്ല എല്ലാ വേക്കൻസികളും കൺസൾട്ടൻസികളുടെ ആയിരിക്കും. അതായത് ഇവർ ഫീസൊക്കെ മേടിച്ചിട്ട് അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൽ ഫേക്കായിട്ടുള്ളതുണ്ട്. ഇങ്ങനെ ക്യാഷ് മേടിച്ചിട്ട് കുറേ പേരെ പറ്റിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റാണിത്. ആൾക്ക് ഇതേപോലെ ഒരു ഫേക്കായിട്ടുള്ള ഇൻ്റർവ്യൂ ഇമെയിൽ വന്നു. അങ്ങനെ ആൾ അവിടെ പോയി, അവിടെ 200 സംതിങ് പേ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പേ ചെയ്തു. പിന്നെ യാതൊരുവിധ അറിവുമില്ല, ഒന്നുമില്ല, കോണ്ടാക്റ്റും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പൈസ ഒരുപാട് പേർക്ക് വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കമ്പനിയുടെ പേരുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക. കമ്പനിയുടെ പേര് കണ്ടാലും ആ ഒരു പെർട്ടിക്കുലർ പേരിൽ ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ ഗൂഗിളിൽ കയറി ചെക്ക് ചെയ്യുക. റിവ്യൂസ് ഉണ്ടോ നോക്കുക. ലിങ്ക്ഡിൻ പേജൊക്കെ എല്ലാ കമ്പനീസിനും ലിങ്ക്ഡിൻ പേജ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിനിലൊക്കെ കയറിയിട്ട്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ലിങ്ക്ഡിൻ പേജ് അവൈലബിൾ ആണെങ്കിൽ അതിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് അതിൽ കണക്ഷൻ റിക്വസ്റ്റ് ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കും. എന്നിട്ട് അവരോട് ചോദിക്കും ഇങ്ങനെ ഒരു വേക്കൻസി അവിടെ അവൈലബിൾ ആയിട്ട് കണ്ടു. അങ്ങനെയൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. റെസ്പോണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ച് മെസ്സേജ് അയക്കണമെന്നില്ല കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് അവർ കണക്ഷൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ ചോദിക്കും. അല്ല എങ്കിൽ അതർവൈസ് അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പോകരുത്. അത് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദെൻ അടുത്ത, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ പോസ്റ്റിൻ്റെ താഴെയും ഒരു വേക്കൻസി, ഒരു പർട്ടിക്കുലർ പോസ്റ്റ് തന്നിട്ട് ആ പോസ്റ്റിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു കമ്പനിയിലെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ കൊടുത്തിട്ടുള്ള ഭാഗത്തായിട്ട് ഞങ്ങളുടെ ക്ലയൻറ്റിന് ഇന്ന ആളെയാണ് വേണ്ടത്, അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ടാണ് അവർ ഒരാളെ നോക്കുന്നത്, അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരാളെ നോക്കുന്നത്, അങ്ങനെ ഒരു വേക്കൻസി ഇട്ടേക്കുന്നതെന്ന് റെസ്പോൺസിബിലിറ്റീസിൽ വല്ലതും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഞാൻ അങ്ങനെയും ശ്രമിക്കാറുണ്ടായിരുന്നു. റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ നോക്കുന്ന സമയത്ത്
എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൽ. ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അക്കൗണ്ടൻറ്റിന് സോഹോ അറിഞ്ഞിരിക്കണം, സോഹോ സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കണം, ടാലി അറിഞ്ഞിരിക്കണം, അങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തിട്ടുള്ളിടത്ത് ഞങ്ങളുടെ ക്ലയൻറ്റിന് ഇന്ന ക്വാളിറ്റീസ് ഉള്ള ഒരു അക്കൗണ്ടൻറ്റിനെയാണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ അപ്ലൈ ചെയ്യാതെ ഒഴിവാക്കി സ്കിപ്പ് ചെയ്തിട്ട് വിടുമായിരുന്നു. ക്ലയൻറ്റിന് വേണ്ടിയിട്ടെന്ന് പറയുവാണെങ്കിൽ ഊഹിച്ചോ അത് കൺസൾട്ടൻസി ആയിരിക്കും. ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെയുള്ളതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് വിടുമായിരുന്നു. ദെൻ മെയിനായിട്ട് എനിക്ക് ഫേക്കായിട്ടുള്ള കുറേ ഏജൻസികളുടെ അഡ്വർടൈസ്മെൻറ്റ് കാണാൻ കഴിഞ്ഞത് ഡിബിസിലിനകത്താണ്. സെക്കൻഡ് നോക്കറി ഗൾഫിനകത്തും ഉണ്ടായിരുന്നു. പക്ഷേ നോക്കറി ഗൾഫിൽ ജെന്യൂൻ ആയിട്ടുള്ളതും ഉണ്ട്. നോക്കറി ഗൾഫ്, സ്കിൽ ബിയിലും കുറേ കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് കമ്പനീൻ്റെ നെയിം കൊടുത്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് പ്രോബ്ലം, അതായത് മറ്റ് പല സോഴ്സ് വഴി നമ്മുടെ നമ്പറൊക്കെ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയൊക്കെ അവർക്ക് കിട്ടിയിട്ട്, ഈ ഏജൻസികൾക്കൊക്കെ കിട്ടിയിട്ട് ഇമെയിൽസ് അയക്കുന്ന ആ ഒരു രീതി നമുക്ക് ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഇങ്ങനെ വരുന്ന ഇമെയിൽസ് ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈവൻ ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞിട്ടും എനിക്ക് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന ദിവസം ഇൻ്റർവ്യൂ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വരാറുണ്ട്. ഞാൻ ആദ്യം ചെയ്തിരുന്നത് ഇമെയിൽ ഐ ഡി അവരുടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ചില ഇമെയിൽ ഐ ഡി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലോട്ട് ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയിലേക്ക് ഞാൻ എന്തെങ്കിലും ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ജിമെയിൽ പോയിട്ട് നമുക്ക് ആ കമ്പനിയുടെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മൾ ഇൻഡീഡ് ത്രൂവോ ലിങ്ക്ഡിൻ ത്രൂവോ എങ്ങനെയെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ എപ്പോൾ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻഡീഡ് ത്രൂ അപ്ലൈ ചെയ്താലും ഒരു താങ്ക് യു മെയിൽ ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇൻഡീഡ് ത്രൂവോ ലിങ്ക്ഡിൻ ത്രൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെയിൽ വരുന്ന സമയത്ത് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പേര് സെർച്ച് ചെയ്യുമ്പോൾ ഇൻഡീഡ് ത്രൂ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ത്രൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റാണെന്ന്. ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പം തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഇനി നമ്മൾ അപ്ലൈ ചെയ്യാതെയും മെയിൽസ് വരുമല്ലോ. അങ്ങനത്തെ സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കുക, സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയിലിലോട്ട് അപ്ലൈ ചെയ്തതായിട്ട് കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കെയർഫുള്ളായിട്ട് നോക്കുക, ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്ന് നോക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇവരുടെ മെയിൽ ഐ ഡി നോക്കുക. ഇപ്പോൾ ഒരു AVT കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ മെയിലാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് അവരുടെ ഇമെയിൽ ഐ ഡി നോക്കുമ്പം അവരുടെ ഇമെയിൽ ഐ ഡി AVT construction @xdy - അങ്ങനെയൊക്കെ വന്നിട്ടുള്ള മെയിലാണെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഇത് ജെന്യൂൻ അല്ല എന്ന്. അങ്ങനെ ഇമെയിൽ ഐ ഡി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു അലൈൻമെൻറ്റോ അങ്ങനെ ഒന്നുമില്ലാതെ ചുമ്മാ എന്തൊക്കെയോ മെൻഷൻ ചെയ്തിട്ട് ഇട്ടേക്കുവാണെങ്കിലും നമുക്ക് ഉറപ്പിക്കാം അത് ഒരു പ്രോപ്പറായിട്ടുള്ള മെയിലല്ല, അതൊരു ജെന്യൂൻ ആയിട്ടുള്ളതല്ല എന്ന്. അതുപോലെ തന്നെ ചില മിക്ക കൺസൾട്ടൻസിയിൽ നിന്ന് വരുന്ന ഇമെയിൽ ഇൻ്റർവ്യൂ മെയിലിലും പാസ്പോർട്ട് കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അങ്ങനെ കുറേ കോപ്പികളൂടെ നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറയും. എനിക്ക് അങ്ങനെ ജെന്യൂനായിട്ട് വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും അതേപോലെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഒക്കെ കൊണ്ടുവന്ന് വേണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതും നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഇമെയിൽ വരുവാണ് പാസ്പോർട്ട് കോപ്പിയും ഇങ്ങനത്തെ എല്ലാ കോപ്പിയുമായിട്ട് വേണം നിങ്ങൾ ഇവിടെ ഇൻ്റർവ്യൂവിന് വരാമെന്ന് പറയുവാണെങ്കിൽ അത് കൺസൾട്ടൻസി ആവാനാണ് കൂടുതൽ ചാൻസ്. അങ്ങനെ ജെന്യൂനായിട്ടുള്ള കമ്പനീസ് ഒന്നും ഇൻ്റർവ്യൂസിന് വിളിക്കുമ്പം പാസ്പോർട്ടിൻ്റെ കോപ്പി അങ്ങനെ എല്ലാത്തിൻ്റെയും കോപ്പിയായിട്ട് വരണമെന്ന് പറയാറില്ല. എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഇവർ കുറേ ലിങ്ക്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് അവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് ഇൻ്റർവ്യൂ ബുക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്നതും എനിക്ക് ഫേക്കായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലിങ്കൊക്കെ അയച്ച് തരുമ്പോൾ ഒന്നുകൂടെ കെയർഫുൾ ആവണം. കാണുന്ന ലിങ്കിലൊന്നും പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് ജെന്യൂൺ ആണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. സോ അത് കെയർഫുള്ളായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. പിന്നെ ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്ത് തരുമ്പോൾ നമ്മൾ ലൊക്കേഷൻ കയറി ചെക്ക് ചെയ്യുന്ന സമയത്ത് റിവ്യൂസൊക്കെ കാണാൻ പറ്റും. റിവ്യൂസിൽ ചിലർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പോകരുത് കൺസൾട്ടൻസി ആണെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടോയെന്നും ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ എനിക്ക് വന്നിട്ടുള്ളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ റിവ്യൂസിൽ കൊടുത്തിട്ടുണ്ട് കൺസൾട്ടൻസിയാണ്, വെറുതെ പോകരുത്, സമയം കളയരുതെന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ റിവ്യൂസ് ചെക്ക് ചെയ്യാൻ നോക്കുക.
ഏറ്റവും കൂടുതൽ ആളുകൾക്കും വരുന്ന ഒരു ഫേക്കായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് അബുഹയിൽ മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് 2 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അബുഹയിൽ മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് 2 എന്ന് പറഞ്ഞിട്ട് വരുന്ന ലൊക്കേഷൻ പറഞ്ഞിട്ട് വരുന്ന അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ നോക്കിയേ വേണ്ട. ഞാൻ അവിടെയാണ് താമസിച്ചത്, അതുകൊണ്ട് തന്നെ എനിക്കറിയാം. ഒരു മെട്രോ സ്റ്റേഷനിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ ഇൻ്റർവ്യൂ കണ്ടിട്ട് വന്ന് അവിടെ നിൽക്കുന്ന ക്യൂ ഒക്കെ നിന്നിട്ട് കുറേ ടൈം വേസ്റ്റ് ചെയ്തിട്ട് ക്യാഷൊക്കെ പോയിട്ട് നിൽക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അബുഹയിൽ മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് 2 അവിടെയാണ് ഇൻ്റർവ്യൂ ഒക്കെ പറയുന്നതിന് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുള്ള മെസ്സേജ് ആണെങ്കിലും അതിൽ ഒരുപാട് പേർക്കും ഈ അബുഹയിൽ എക്സിറ്റ് 1 എക്സിറ്റ് 2 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻ്റർവ്യൂ ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുള്ള കുറേ ഇൻ്റർവ്യൂവിൻ്റെ മെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സ്പോട്ട് പറയുവാണെങ്കിൽ നോക്കുക വേണ്ട, കണ്ണടച്ച് നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് കൺസൾട്ടൻസി ആണെന്ന്. അബുഹയിൽ ഭാഗത്ത് അങ്ങനെ കുറേ കൺസൾട്ടൻസി ഉണ്ട്. അതേപോലെ തന്നെ അബൂബക്ക അവിടെയുണ്ട് ഒരെണ്ണം. എന്തോ എനിക്കങ്ങനെ പോയിട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേസ്റ്റ് ആയിട്ടില്ല. ഇങ്ങനെ ഓൾറെഡി നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ കൺസൾട്ടൻസീസ് ഒക്കെ ഉണ്ട്, കുറേ പേർക്ക് അങ്ങനെ ക്യാഷൊക്കെ വേസ്റ്റായി പോയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്ന് അലേർട്ടായിരുന്നു. ഇമെയിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ തന്നെ അത് പലതവണ ഗൂഗിളിൽ നോക്കും, അതേപോലെ അറിയാവുന്നവർക്കൊക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ടൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. ഈ മറ്റൊരു കാര്യം, എങ്ങനെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ മെയിൽ വന്ന് നമ്മളവിടെ പോയി അവർ ക്യാഷ് പറഞ്ഞ് ഇങ്ങനെ ഇത്ര രൂപയാണ് അടച്ചുകഴിഞ്ഞാൽ ജോലി തരാമെന്നൊക്കെ പ്രോമിസ് ചെയ്യും. അങ്ങനെ നിങ്ങൾ പ്രോമിസ് ചെയ്യുന്നത് കേട്ടിട്ട് ഒരിക്കലും പേ ചെയ്തിട്ട് വരരുത്. നമ്മൾ നിവൃത്തികേട് കൊണ്ട് തന്നെ പേ ചെയ്താൽ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ചിലർ പേ ചെയ്യും. വെറുതെ ക്യാഷ് മാത്രം വേസ്റ്റായി പോകുന്നതല്ലാതെ അവർ ജോലിയൊന്നും തരത്തില്ല. സോ അത് നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കണം. ഒരുപാട് പേർക്ക് അങ്ങനെ അബദ്ധം പറ്റുന്നുണ്ട്. 200 dirhams ഒക്കെ കൊടുത്തിട്ട് 250 ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ വേസ്റ്റായി പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇൻസ്റ്റയിൽ മിക്കപ്പോഴും അങ്ങനത്തെ മെസ്സേജസ് കിട്ടാറുണ്ട്. സോ നിങ്ങൾ എപ്പോഴും കെയർഫുള്ളായിട്ടിരിക്കുക. അങ്ങനെ ഈ ഫേക്കായിട്ടുള്ള മെയിൽസും അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇങ്ങനത്തെ കൺസൾട്ടൻസികളുടെ അടുത്ത് പോയി പെടുന്ന സമയത്ത് അവർ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറയും. നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ അതിൽ കൺവിൻസ്ഡ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യാൻ നിൽക്കരുത്. ശരിക്കും നിങ്ങൾക്കത് ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മാക്സിമം ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്ത് ചോദിച്ചിട്ട് കൺഫേം ചെയ്യുക. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല കൺസൾട്ടൻസി ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു, പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ പേ ചെയ്യരുത്. ഇവിടെ ഒരു കമ്പനീസും അങ്ങനെ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് പേ ചെയ്യാനായിട്ട് പറയാറില്ല. അങ്ങനെ പേയ്മെൻറ്റ് മേടിച്ചിട്ടല്ല റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ടിരിക്കുക. ആരും അങ്ങനെ ചതിയിൽ പോയിട്ട് പെടാതിരിക്കുക. മാക്സിമം ഒരു ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അറിയുന്ന ആളുകളുടെ അടുത്തോ ആ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിനടുത്ത് താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൺഫേം ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കുക. എന്നിട്ട് മാത്രം പോവുക. ഇനി പോയി കഴിഞ്ഞാലും അവർ പേ ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പിന്നീട് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവായി പോവുക. അത്ര മാത്രം ചെയ്യുക. വെറുതെ പേ ചെയ്തിട്ട് നിങ്ങൾ പൈസ കളയാൻ നിൽക്കരുത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേരുടെ സംശയം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യാം.